1 യോഹന്നാൻ വായിച്ചോ വായിച്ചോ. സ്തോത്രം. ആ മേൻ. ഓക്കെ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഇതേ അപ്പോസ്തലൻ തന്നെ പറയുന്ന കാര്യമാണ്. ഇതൊരു ലിറ്റിൽ ബോയ് ബോംബ ആയ ഒരു വാക്യമാണെന്ന് പണ്ട് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച വയോവൃദ്ധൻ 94 ആൾ പഠിപ്പിച്ചു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളിക്ക് സുബോധം കെട്ട് പറയാമെന്ന് വിചാരിച്ചു. ഈ വാക്യം മനസ്സിലാക്കിയ പെന്തക്കോസ്തുകാർ ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഈ വാക്യത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ച പെന്തക്കോസ്തുകാർ പാസ്റ്റർമാരും ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. 25 വർഷം പെന്തക്കോസ്തുകാരനായിട്ട് പാട്ടും പാടി തലയും കുത്തി നടന്ന എനിക്ക് ഇത് മനസ്സിലായില്ല. ദൈവവചനം പഠിപ്പിക്കുന്ന കരുത്തന്മാരായ ഭക്തന്മാരായ വയോവൃദ്ധന്മാരെ ദൈവവചനം പഠിപ്പിച്ചപ്പോൾ ഇത് മനസ്സിലായി. ദൈവം ആക്കി വെച്ച ശുശ്രൂഷകന്മാർ പഠിപ്പിച്ചപ്പോൾ ഇത് മനസ്സിലായ വാക്യം ഇങ്ങനെയാണ്: ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അർത്ഥം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നില്ല. അടുത്തതാണ് അപകടകരമായ വാക്യം. ഹിരോഷിമ നാഗസാക്കിയിൽ ഇട്ട ലിറ്റിൽ ബോംബിന്റെ ശക്തിയുള്ള വാക്യത്തിന് ദൈവത്തിൻ്റെ ആത്മാവേതെന്നും അന്യതാത്മാവേതെന്നും ഇതിനാലറിയാം. ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നതിനാലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതിനാലും ദൈവാത്മാവേതെന്നും അന്യാത്മാവേതെന്നും സത്യത്തിൻ്റെ ആത്മാവേതെന്നും വഞ്ചനയുടെ ആത്മാവേതെന്നും ഇതിനാലറിയാം. എന്നെ കേൾക്കുന്ന പെന്തക്കോസ്ത് സമൂഹമേ, അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലും ഉപദേശങ്ങളും കേട്ടില്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പോലും മാറിപ്പോകും. പിന്നെ നരകത്തിൽ പോയി കിടന്ന് അഴിയെണ്ണേണ്ടി വരും. അതുകൊണ്ട് ഈ വാക്യങ്ങൾ ഹൃദയത്തിൽ സംഭരിച്ച് ജീവിക്കുക. അവർ പറഞ്ഞിരിക്കുന്ന വചനം മുഴുവൻ, അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വചനം മുഴുവൻ കർത്താവിൽ നിന്ന് കേട്ടതും പഠിച്ചതും ഗ്രഹിച്ചതുമാണ്. അവരോട് പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പോയത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവിനെന്ന് കർത്താവ് പഠിപ്പിച്ച കൽപ്പന അവരനുസരിച്ചു. ഇന്നത്തെ അപ്പോസ്തലന്മാർ അത് അനുസരിക്കുന്നില്ല. അവരവരുടെ തന്നിഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശം അങ്ങനെ തന്നെ സഭയെ പഠിപ്പിക്കുക, അങ്ങനെ തന്നെ അനുസരിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. കുറച്ച് നാൾ ഇങ്ങനെ പോകാം. ഞാൻ സാധാരണ പഠിപ്പിക്കുന്നത് സഭകൾ കല്യാണം നടത്താനും കുഴിച്ചിടാനും സ്നാനപ്പെടുത്താനും ബർത്ത്ഡേ ആഘോഷിക്കാനും, ഈ 4 കാര്യങ്ങൾക്ക് സഭ. പിന്നെ കുറേ ലഹരി വിമുക്ത യോഗം നടത്താൻ, മദ്യനിരോധനം ഇപ്പോൾ തുടങ്ങിയിരിക്കുക. സുവിശേഷത്തെ മദ്യനിരോധനമാക്കി മാറ്റിയിരിക്കുക. ഞാൻ ഈ വേദപുസ്തകം പഠിച്ച് നോക്കിയിട്ട് കർത്താവിൻ്റെ കാലത്തും മദ്യം ഉണ്ടായിരുന്നു. പൗലോസ് പറയുന്നില്ലേ, മദ്യപാനത്തെക്കുറിച്ചൊക്കെ പറയുന്നില്ലേ? പൗലോസ് ആരും മദ്യനിരോധനത്തിന് വേണ്ടി പ്രസംഗിച്ചായിട്ടൊന്നും എങ്ങും കാണുന്നില്ല. മദ്യനിരോധനത്തിനായിട്ട് എങ്ങും പ്രസംഗിച്ചിട്ട് എങ്ങും കാണുന്നില്ല. വീഞ്ഞ് സേവിച്ചു കൊള്ളാനായിട്ട് തിമോഥെയോസ് പറയുന്നൊരു ഭാഗമുണ്ട്. അത് യഹൂദന്മാരുടെ മേശയിൽ വിളമ്പിയ വീഞ്ഞ്, അതിൻ്റെ മെറ്റീരിയൽ, അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന വീഞ്ഞായിരുന്നു. അത് അമിതമായി കുടിക്കുമ്പോൾ ലഹരി ഉണ്ടാവുമെന്ന് മാത്രം. അത് അല്പം സേവിക്കുമ്പോൾ അത് ശരീരത്തിൻ്റെ അജീർണതയ്ക്ക് ഗുണം ചെയ്യുമെന്ന് കണ്ട് പൗലോസ് തൻ്റെ നിജപുത്രനായ ആത്മീക സന്തതിക്ക് ആ വീഞ്ഞ് കുടിക്കാനായിട്ട് സജഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് വീഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാരെ എനിക്കറിയാം. കാരണം അവരാരാ? അവർ ജഡീകന്മാരാ, അവർ ആത്മീക ശിശുക്കളാണ്. ആ നിലയിൽ ആ ഉപദേശം അവരെടുത്തിരിക്കുന്നത്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്നുള്ള വാക്യം അവർ പ്രസംഗിച്ചില്ലല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ പിതാവിനോടും പുത്രനോടും അപ്പോസ്തലന്മാർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, കൊരിന്ത് സഭയ്ക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, എഫേസ്യ സഭയ്ക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, റോമാ സഭയ്ക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, ഗലാത്യ സഭയ്ക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, കൊലോസ്യ സഭയ്ക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു, തെസ്സലോനിക്ക സഭയ്ക്ക് കൂട്ടായ്മയുണ്ടായിരുന്നു. ലേഖനങ്ങൾ പറയുന്ന റോമാസഭ അവർക്കെല്ലാം പിതാവിനോടും പുത്രനോടും കൂട്ടായ്മയുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് കൂട്ടായ്മ നമ്മുടെ പാർട്ടന്മാരോടും അമ്മമ്മമാരോടും അവിടെയുള്ള കുറേ അച്ചായന്മാരോടും കുറേ ചപ്പും ചവറും പറയുന്നവരോടൊക്കെ നമുക്ക് കൂട്ടായ്മ. അതുകൊണ്ട് എന്താ പറ്റുക? അവർ നമ്മളെപ്പോലെയായി, അവരെ പോലെ നമ്മളുമായി, നമ്മളെപ്പോലെ അവരുമായി. എന്നാൽ കർത്താവിനോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരും. കർത്താവിൻ്റെ സ്വഭാവം നമ്മളിൽ വരും. നമ്മളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ട്. പൗലോസ് അതാ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ.
നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 2 അവസാന വാക്യം. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവർ, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ഇതാണ് അവരുടെ ഉപദേശം. അതൊക്കെ ആരാ വരുന്നേ? അതുകൊണ്ട് എനിക്ക് കിട്ടിയ പരിജ്ഞാനം കൊണ്ട് ഞാൻ പറയുക, ഒരൊറ്റ പാസ്റ്റർമാരെ നമ്മൾ ആരും വിശ്വസിക്കേണ്ട. അവർ വചനം പറയുന്നവരാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൻ്റെ വ്യവസ്ഥ പറയുന്നവരാണെങ്കിൽ ഓക്കെ, അവരെ വിശ്വസിക്കാം, അവരെ അംഗീകരിക്കാം, അവരെ മാതൃകയാക്കാം. അവരുടെ ജീവിതവും അനുകരണീയമാണെങ്കിൽ, മാതൃകയുള്ളതാണെങ്കിൽ. ഇപ്പം ഞാൻ മാതൃകയില്ലാതിരുന്ന് പ്രസംഗിച്ചാൽ എൻ്റെ പ്രസംഗം ആരും കേൾക്കത്തില്ല. ഞാൻ വഴിവിട്ട ജീവിതം നയിച്ചിട്ട് പ്രസംഗിച്ചാൽ എൻ്റെ പ്രസംഗം ആരും കേൾക്കത്തില്ല. മാതൃകയുള്ളവരായിരിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. വാസമ്മ പെട്ടെന്ന് വായിച്ച്. 1 കൊരിന്ത്യർ 4:1 മുതൽ. ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാർ എന്നിങ്ങനെ ഓരോരുത്തരെള്ളിക്കൊള്ളട്ടെ. വിചാരകന്മാർ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. ഉപദേശം പഠിപ്പിക്കുന്നതിൽ വിശ്വസ്തരായിരിക്കണം. വിശുദ്ധ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണം. ഇടപെടലുകളിൽ വിശ്വസ്തരായിരിക്കണം. ഉപദേശം തെറ്റിക്കാൻ പാടില്ല. ഒരു വരവണ്ണം പോലും തെറ്റിക്കാൻ പാടില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിനൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ പിന്നെയും പറയുന്നു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവമക്കളെ, ഈ വാക്യത്തിന് ആരാ വില കൊടുക്കുന്നേ? അപ്പോസ്തലന്മാർ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അത് അവരാണല്ലോ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നത്. അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഉപദേശത്തിന് വിപരീതമായി ആരെങ്കിലും ഊതി വീഴ്ത്തലോ കൊരയോ ചിരിപ്പിക്കലോ ഛർദിപ്പിക്കലോ കണ്ട തോന്നിയാസങ്ങൾ കാട്ടിക്കൂട്ടുകയോ ചെയ്താൽ അവർ ശപിക്കപ്പെട്ടവരാണ്. അവരുടെ ഉപദേശം കേട്ട് നടക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ്. എനിക്കിത് പറയാൻ ആരുടെ ഓചാരം വേണ്ട. ആരുടെ ഓചാരത്തിലല്ല ജീവിക്കുന്ന നമ്മൾ. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, മരണം വരെ പറയാം, കർത്താവിനെ അതിനുവേണ്ടി ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം കേട്ട് വരവണ്ണം വിടാതെ അതങ്ങനെ തന്നെ പഠിപ്പിക്കണം. ഒരു ശകലം പോലും ഇളച്ചു കൊടുക്കാൻ പാടില്ല. ഒരു ശകലം പോലും ലൂസാക്കാൻ പാടില്ല. ഒരു ശകലം പോലും പ്രമാണം തെറ്റിക്കാൻ പാടില്ല. മോശ പ്രമാണം സീനായ് പർവ്വതത്തിലെ കൽപ്പലകൾ പ്രമാണം എഴുതിയത് വാങ്ങാൻ പോയപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു പാസ്റ്ററായിട്ടേക്ക് എല്ലാവരും കൂടി ആക്കി വെച്ചത് ആരായിരുന്നു? ആ പാസ്റ്റർ അഹരോൻ. കറക്റ്റ് 100 മാർക്ക്. മത്തായി എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഈ അഹരോൻ ചെയ്ത പണി എന്താ? ദൈവപുരുഷൻ പോയി കഴിഞ്ഞപ്പോൾ ഈ അഹരോന്റെ നേതൃത്വത്തിൽ ജനം, ആ വാക്കൊന്ന് പറയാൻ മാർഗമില്ല, കെട്ടഴിഞ്ഞവരായി. ഞാനതിന് പഠിപ്പിക്കുന്നത് അഹരോന്റെ നേതൃത്വത്തിൽ ഉപദേശത്തിൻ്റെ കെട്ടഴിഞ്ഞവരായി ജനത്തെ കൊണ്ടുവരണം. മോശ പറഞ്ഞു പഠിപ്പിച്ച ദൈവത്തെ പറഞ്ഞു പഠിപ്പിക്കാതെ ഈ അഹരോൻ എവിടെ നിന്ന് കിട്ടി ഈ കാളക്കുട്ടി? ഈ അഹരോൻ എവിടെ നിന്ന് കിട്ടി ആഭരണം വാർത്തുണ്ടാക്കി ഒരു കാളക്കുട്ടി ആരാധിക്കണം എന്നുള്ള പ്രമാണം? ആര് കൊടുത്തു? അഹരോന് സാത്താൻ കൊടുത്തു. അങ്ങനെ പ്രമാണം വിട്ട് ജനത്തെ കെട്ടഴിഞ്ഞവരാക്കി സ്വർണ്ണാഭരണങ്ങളൊക്കെ വാരി വലിച്ച് വാങ്ങി കൊട്ടയിലാക്കി ഉരുക്കി കാളക്കുട്ടി വാർത്തുണ്ടാക്കി നിങ്ങളെ കൊണ്ടുവന്ന ദൈവം ഇതാണെന്നും പറഞ്ഞ് ഈ മുടിഞ്ഞവൻ അവിടെ നിന്ന് പറയുകയും ഈ ജനത്തെ അതിലേക്ക് നടത്തുകയും ചെയ്തുകൊണ്ട് എന്താ പറ്റി? എത്ര പേരാ മരിച്ചു പോയത്? കണക്കുവല്ലോ ഉണ്ടോ? 3000 പേര് പ്രമാണമായിട്ട് വന്നപ്പോൾ മോശ കാണുന്നത് ഇതാണ്. ഇവർ സന്തോഷിച്ച് ഇവർ പാട്ടുപാടി തുള്ളുക. ഇന്നത്തെ ന്യൂ ജനറേഷൻ പാട്ടുപാടി തുള്ളിക്കുന്നവർ തുള്ളിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇപ്പം മോശ ഇത് വിലാപഗാനമാണ്, ഇത് ദൈവത്തെ സ്തുതിക്കുന്നതല്ല. പുള്ളി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു പ്രത്യേക ദൂത് പറയാനുണ്ട്. ഗുണം പിടിക്കാത്ത അഹരോന്മാരുടെ നേതൃത്വം നിരകേട്ട് ഉപദേശം കേട്ട് വന്നവർ പോലും ദൈവപുരുഷനായ മോശയുടെ വാക്ക് കേട്ടപ്പോൾ എന്ത് പറ്റി? അവർ തെന്നിമാറി, യഹോവയുടെ പക്ഷത്ത് ചാടി മാറി. സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുകൊടുത്ത സഹോദരിമാരും പല പ്രിയപ്പെട്ടവരും ചാടി മോശയുടെ പക്ഷത്തേക്ക് മാറി. അവർക്ക് രക്ഷ കിട്ടി, അല്ലാത്തവർക്ക് വാളാലുള്ള ശിക്ഷ കിട്ടി. മനസ്സിലായോ?
ഇനി അഹരോന്റെ മക്കൾക്ക് എന്താ സംഭവിച്ചേ? ലേവ്യ പുസ്തകം 10-ന്റെ 1-2 വാക്യം ഒന്നെടുത്ത് വായിക്കാമോ? ലേവ്യ 10-ന്റെ പടയുന്ന വായിക്കേ. വേദപുസ്തകം വായിച്ച് പഠിക്കുക, പഠിപ്പിക്കാനായിട്ട് ശ്രീ ഹൗരിമാരോടൊക്കെ വചനം പറയണമെങ്കിൽ വായിച്ച് പഠിക്കണതൊക്കെ, അല്ല ചപ്പൻ ചോറും കണ്ടുകൊണ്ടിരിക്കാതെ. സ്തോത്രം. ലേവ്യർ 10-ന്റെ 1-2. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ലേവ്യ 10 ഞാൻ തന്നെ വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. ലേവ്യർ 10-ന്റെ 2. ഇതൊക്കെ പറയാതെ പോയാൽ മഹാപാപം, അതുകൊണ്ടായി പറയുന്നത്. ലേവ്യർ 10-ന്റെ 2 സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും കേൾക്കണം, പെന്തക്കോസ്തുകാർ മുഴുവൻ ഇത് കേൾക്കണം. അനന്തരം അഹരോന്റെ പുത്രന്മാരായ വിഗ്രഹാരാധന നടത്തിയ അഹരോന്മാന് സംഭവിച്ച ദുരന്തമാണ്. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹൂബും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവുമിട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. സെൻട്രൽ പാസ്റ്റർ അഹരോന്റെ മക്കളുടെ ഗതിയാണ് ഈ സംഭവിച്ചത്. ഇന്ന് പാസ്റ്റർമാരുടെ മക്കൾക്ക് സംഭവിച്ച ഗതികെട്ട അവസ്ഥ കണ്ട് ഞാനും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്തോത്രം. എന്താ സംഭവിച്ചത്? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത, ഞാനതിന് കൂട്ടിച്ചേർക്കുന്ന പുതിയ നിയമത്തിലൊരു വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുവിനെന്ന് കർത്താവ് പറഞ്ഞത് പറയാതെ വല്ലയിടത്തും വല്ലതും കാണിക്കുന്നതും വല്ലരും ചെയ്യുന്നതൊക്കെ പറഞ്ഞു പിടിപ്പിച്ച് വല്ല കോനാമ്പിച്ചയൊക്കെ കാട്ടി കൂട്ടിയാൽ അഗ്നി വിഴുങ്ങും. ഇപ്പോഴല്ല, ഒടുക്കത്തെ അഗ്നി, നരകാഗ്നി കിടന്ന് അഴിയണ്ണേണ്ടി വരുമെന്ന് ഓർത്തുകൊള്ളണം എല്ലാവരും. പാസ്റ്റർമാരും മക്കളും ഓർത്തുകൊള്ളണം ഇത്. തങ്ങളോട് കൽപ്പിച്ചല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ എന്താ സംഭവിച്ചു? വായിക്കേ. എടുത്തില്ല. ഞാൻ വായിക്കാം. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെന്ന് പറഞ്ഞാൽ ആരാ? നാദാബും അബീഹൂബും തീ വിഴുങ്ങിക്കളഞ്ഞു. പുരോഹിതന്റെ 2 മക്കളെ തീ വിഴുങ്ങിക്കളഞ്ഞു. ഒത്തിരി പെന്തക്കോസ് പാസ്റ്റർമാരുടെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. എന്താ ഈ ലേവ്യ 10-ന്റെ 1-2 അവരുടെ പുസ്തകത്തിൽ ഇല്ലേ? എന്താ ഇത് വായിച്ച് പഠിപ്പിക്കാത്തത്? എന്താ ഇത് പെന്തക്കോസുകാരോട് പ്രസംഗിക്കാത്തത്? പാസ്റ്റർമാരുടെ മക്കൾ തിരുവല്ലയിൽ 2 പേര് സൈത്താൻ വേർഷിപ്പിന്റെ ലീഡർഷിപ്പിൽ കിടക്കുന്നുവെന്ന് കർത്താവിൻ്റെ ഒരു വിലപ്പെട്ട ദാസൻ പ്രസംഗിച്ചപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ ആ പ്രസംഗിച്ച മനുഷ്യന്റെ ആത്മീയ നിലവാരം കണ്ടുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. പാസ്റ്റർമാരുടെ 2 മക്കൾ സൈത്താൻ വേർഷിപ്പിന്റെ ലീഡർഷിപ്പിൽ കിടക്കാന്ന്. അവരോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ വരാൻ കാര്യം? ഞങ്ങളുടെ പപ്പ ഗുണമില്ല, ഞങ്ങളുടെ പപ്പ ദ്രവ്യാഗ്രഹി, ഞങ്ങളുടെ പപ്പ പാസ്റ്ററായിരിക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകുന്നു. എങ്ങനെയുണ്ട്? പെന്തക്കോസ്തുകാർ ഇതൊക്കെ കേട്ടിട്ട് സ്തോത്രം ചെവി കൈപൊത്തിക്കോണം. കൈപൊത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെയും വെച്ചൊന്ന് കേൾക്കണം. ഇത് പറയുന്നത് ആരെയും ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും അല്ല. നമ്മുടെ തലമുറകൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കാതെ നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആക്ഷരിക അഗ്നി വിഴുങ്ങി നാദാബും അബീഹൂബിനെയും. ലീഡർഷിപ്പ് നടത്തിയ അഹരോന്റെ ഗതികെട്ട അവസ്ഥയാണ്. ഇനി ലേവ്യർ 16-ന്റെ 1-2 ഞാൻ വായിക്കാം. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശീലയ്ക്കകത്തേക്ക് പെട്ടകത്തിലുള്ള കൃപാസനത്തിൻ്റെ മുൻപിൽ എല്ലാ സമയവും വരരുതെന്ന് അവനോട് പറയണം. എന്താ ദൈവമക്കളെ എഴുതി വച്ചേക്കുന്നത്? ഞാൻ മഹാഭാരതമല്ല വായിക്കുന്നത്, ഖുർആനല്ല വായിക്കുന്നത്, സത്യ വേദ പുസ്തകമാണ് വായിക്കുന്നത്. സ്തോത്രം. എന്താ ഇവിടെ എഴുതി വച്ചേക്കുന്നത്? ലേബർ 10-ന്റെ 1-2, ലേബർ 16-ന്റെ 1-2 പാസ്റ്റർമാർ ഇന്ന് തൊട്ട് പ്രസംഗിച്ച് തുടങ്ങിക്കോണം. നമ്മുടെ സന്തതികൾ നന്നാകണമെങ്കിൽ നന്നാകട്ടെ, ഇല്ലെങ്കിൽ നരകത്തിൽ പോട്ടെ. അവർ പ്രസംഗിച്ചവരെ കേൾപ്പിക്കേ. കർത്താവ് കൽപ്പിച്ച പ്രമാണമല്ലാതെ അന്യതോപദേശത്തിലേക്ക് പോയാൽ
അവരെ ആക്ഷരിക തീ പിഴിഞ്ഞെങ്കിൽ എൻ്റെ പ്രസംഗം നിങ്ങൾ കേൾക്കണം, ഒരു മയവും ഇല്ല അതിലെ. സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഇപ്പോഴല്ല, മരണാനന്തരം ചത്തു കഴിഞ്ഞാലും രക്ഷയില്ല. പ്രമാണം വിട്ടുപോയാൽ ചത്താലും രക്ഷയില്ല. ഉയർത്തെഴുന്നേൽപ്പിച്ച് നരകത്തിൽ കൊണ്ട് തള്ളുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന പ്രസംഗം, ആ പുസ്തകം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഞാനത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വ്യൂസ് ഒന്നും അധികം ഇല്ലെന്നേ. 35, 40, 50, 100 പേര്. ദുരുപദേശത്തിനെതിരെ പ്രസംഗം പറഞ്ഞത് 2000 പേര് കേൾപ്പിച്ചിട്ടുണ്ട്. നായ്ക്കളെ സൂക്ഷിപ്പിൻ, അകത്ത വിലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ എന്നുള്ള പ്രസംഗം 2000 ചില്ലാനം പേര് കേട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ വളരെ കുറവേ കേൾക്കുള്ളൂ. കേൾക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. കർത്താവ് കണ്ടവർ കേൾക്കും, അവർ രക്ഷപ്പെടും, അല്ലാത്തവരൊക്കെ പോകും, അത്രേ ഉള്ളൂ. എനിക്കിവിടെ പ്രസംഗിച്ച് കാശുണ്ടാക്കാനൊന്നുമല്ല ഞാനിരിക്കുന്നത്. യൂട്യൂബിൽ പ്രസംഗിച്ച് 6,00,000 രൂപ വാങ്ങുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം, 1,00,000 വാങ്ങുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. അവരത് കാശിന് വേണ്ടി പ്രസംഗിക്കുക. ഞങ്ങൾ കാശിന് വേണ്ടിയല്ല, നരക കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രസംഗിക്കുന്നവരാണെന്ന് ദൈവമക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഞാൻ യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് മടങ്ങി വരട്ടെ. വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഇവിടെ എന്താ പറയുന്നത്? സ്തോത്രം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇത് എഴുതുന്നു. അപ്പോൾ എങ്ങനെ സന്തോഷം പൂർണ്ണമാകും? ഞങ്ങൾ എങ്ങനെയാ? ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാകും. അതുപോലെ നിങ്ങളുടെ കൂട്ടായ്മയും പിതാവിനോടും പുത്രനോടുമാകുമ്പോൾ നമ്മുടെ സന്തോഷം അവിടെ നമ്മുടെ സന്തോഷം എന്ന് എഴുതിയിരിക്കുന്നത്, അവരുടെ സന്തോഷവും ഉപദേശം കേൾക്കുന്ന നമ്മുടെ സന്തോഷവും പൂർണ്ണമാകാൻ ഇടയായിത്തീരും. പ്രിയമുള്ളവരെ, അടുത്ത 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. എന്തോ ഈ വായിക്കുന്നത്? ദൈവം വെളിച്ചമാകുന്നു, അവരിൽ ഇരുട്ടൊട്ടുമില്ലെന്ന് ഞങ്ങൾ അവരോട് കേട്ട് അറിയിക്കുന്നതാണ്. ഇരുട്ട് കത്താവിൽ ഒട്ടും വെളിച്ചമില്ല. ഇരുട്ട് അവനിലില്ല, അവൻ വെളിച്ചമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. ലോകത്തുള്ള ഒരു അവതാരത്തെക്കുറിച്ച് ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. ഇവിടെ ലെനിൻ വന്നിട്ടുണ്ട്, സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പിന്നെ ഡാർവിനും വലിയ വലിയ സെലിബ്രിറ്റികൾ, മഹാന്മാര്, സാത്താൻ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന ഒത്തിരി വലിയ വമ്പന്മാർ ഈ ലോകത്തിൽ പിറന്നു വീണിട്ടുണ്ട്. വലിയ വലിയ ആദർശങ്ങൾ ഈ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് ആരെയും ഇതുവരെ ലോകം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്, ഇതാ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു. കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവമക്കളെ, നമുക്ക് ലോകത്തിൽ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ അവതാരം മാത്രമേ ലോകത്തുള്ളൂ, സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തു. ആത്മീക അന്ധതയിൽ നിന്ന് ആത്മീക വെളിച്ചം തന്ന് ആ ഇരുട്ടിൻ്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് നിത്യതയിലെത്തിക്കുവാൻ കഴിവറ്റ അല്ലെങ്കിൽ പ്രാപ്തനായ അല്ലെങ്കിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഏക അവതാരം യേശുക്രിസ്തു മാത്രമാകുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് കേട്ടറിയിക്കുന്ന ദൂതാകുന്നു. അടുത്ത വാക്യം, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ. ഇതാണ് ഇവിടുത്തെ വലിയ വിഷയം. ഇപ്പം നമ്മളെല്ലാം കൂട്ടായ്മക്കാരാ. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനക്കാരെന്നാ പറയുന്നത്. അവനോട് കൂട്ടായ്മ ഉണ്ടാകുമെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുക. ഇരുട്ടെന്ന് പറഞ്ഞാൽ ഇതാ സാത്താന്റെ പ്രവൃത്തികൾ, വചനവിരുദ്ധമായ പ്രവൃത്തികൾ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യം വായിച്ചാട്ടെ പെട്ടെന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 5:8 മുതൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോഴൊന്നാണ് എഴുതി. എൻ്റെ ആ 8-ാം വാക്യം വായിക്കുക. അത് വിട്ട പോയില്ലേ പിന്നെ. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ. അപ്പൊ എഫെസോ സഭ മുമ്പ് ഇരുളായിരുന്നു. എഫെസോ സഭയെന്നല്ല, എല്ലാ സഭയിൽപ്പെട്ടവരും ലോകത്തുള്ള എത്ര 800 കോടി ജനമുണ്ടെന്നാണ് പറയുന്നത്.
195 രാഷ്ട്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ 195 രാഷ്ട്രത്തിൽ കിടക്കുന്നവരും ഈ 800 കോടി ജനവും ഇരുളിൽ കിടന്നവരാ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോഴാണ് ആത്മീയ വെളിച്ചത്തിലേക്ക് അവർ വന്നത്. അപ്പൊ ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വെളിച്ചത്തിന്റെ മക്കളാകാത്തവരൊക്കെ ഇപ്പോഴും ഇരുളിൽ കിടക്കുക. റോമാലേഖനം 1:18 മുതൽ 32 വരെ വാക്യത്തിൽ കിടക്കുന്ന മുഴുവൻ ഇരുട്ടി കിടക്കുക. സ്തോത്രം. മുഴുവൻ ഇരുട്ടി അത് വായിച്ച് പഠിച്ചോണം നന്നായിട്ട്. റോമാലേഖനം 1:18 മുതൽ 32 വരെയുള്ള വാക്യം വായിച്ച് പഠിച്ചാൽ ഇരുട്ടിക്കിടക്കുന്ന ജനമാണ്. മൃഗം, പക്ഷി, ഇടജാതി എന്നിവയെ ആരാധിച്ച് കിടക്കുന്ന മനുഷ്യൻ എന്നിവയെ ആരാധിച്ച് നടക്കുന്ന മനുഷ്യ സമൂഹം എല്ലാം ഇരുളിൽ കിടക്കുക. ഇവരാണ് നമ്മളെ ഭരിക്കുന്നത്, ഇവരാണ് MLA-മാര്, ഇവരാണ് ജനപ്രതിനിധികൾ. ഇതെല്ലാം ഇരുട്ടി കിടക്കുക. അതുകൊണ്ട് ഇവരുടെ ഭരണമൊന്നും ഒരു ഗുണവും വരത്തില്ല ആർക്കും. പെന്തക്കോസ്ത് പാസ്റ്റർമാർ MLA-മാരാകാനും മന്ത്രിയാകാനായിട്ട് കിടന്ന് തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ പിറകെ ഓചാരിച്ച് നടക്കുക, മന്ത്രിയാകണമെന്നും പറഞ്ഞ്. അത് ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെന്ന് പറയുമ്പോഴാണ് നമുക്ക് സ്വതന്ത്രം ചിരി വരുന്നത്. അവർക്ക് MLA ആകണം, രാഷ്ട്രീയം സഭയിലുണ്ടാകണം. അതിൻ്റെ കുറവും കൂടിയുള്ളൂ, ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു. പെന്തക്കോസ്ത് MLA വേണം, പെന്തക്കോസ്ത് മന്ത്രി വേണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞതേ എനിക്കറിയുള്ളൂ, നിങ്ങൾ ലോകക്കാരായിരിക്കാവണ്ണം ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന്. അപ്പം നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിക്കരുത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല. ഈ ലോക മനുഷ്യൻ ഇരുട്ടിൽ കിടക്കുകയാണ്. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. എഫേസസ് സഭ ഇരുളായിരുന്നു, മറ്റെല്ലാ സഭകളും ഇരുളിൽ കിടന്നതായിരുന്നു. വെളിച്ചത്തിൻ്റെ പുത്രനായ ദൈവപുത്രൻ വന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് വെളിച്ചത്തിൻ്റെ ദൂത് അവരുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ, വെളിച്ചത്തിൻ്റെ പ്രമാണം അവർക്ക് കൊടുത്തപ്പോൾ, അവർ പോയി പ്രസംഗിച്ച സ്ഥലം മുഴുവൻ വെളിച്ചമുള്ളതായി തീർന്നു. മത്തായി 4:14 വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായി 4:14 എൻ്റെ പലാളെന്ന് തോന്നുന്നു. മത്തായി 4:14 വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണത്. അതെ, കറക്റ്റ്. മത്തായി 4:14-15 വായിച്ചാട്ടെ. സെബുലൂൻ ദേശവും നാപ്താലി ദേശവും കടൽക്കരയിലെ യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങിൽ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കർത്താവിനെ കണ്ട കാര്യമാണ് പറയുന്നത്. മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. സെബുലൂൻ ദേശവും നാസ്താലി ദേശവും 95 രാഷ്ട്രങ്ങളും ഇരുളിക്കിടക്കുകയാണെന്ന് ഞാൻ പ്രസംഗിക്കുക. ഇരുളിക്കിടന്നതായിരുന്നു. ഈ 95 രാഷ്ട്രങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ സത്യം എവിടെ പ്രസംഗിക്കപ്പെട്ടോ ആ സുവിശേഷം കേട്ട് വന്നവരാണ് വെളിച്ചത്തിൻ്റെ മക്കൾ. ബാക്കിയുള്ളവരെല്ലാം ഇരുളിക്കിടക്കുക. ട്രംപായാലും കുമ്പായാലും ആരാണെങ്കിലും കൊള്ളാം. ഏതോസം പൊക്കി പിടിച്ച് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാലൊന്നും ക്രിസ്ത്യാനിയാകത്തില്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ അതിൻ്റെ പ്രവൃത്തി കാണിക്കണം. ചൂതാട്ടം നടത്തി കൊള്ളായ്മകളെല്ലാം കാണിച്ചു കൂട്ടുന്നവനൊക്കെ എങ്ങനെ സ്വത്രം വെളിച്ചത്തിൻ്റെ മക്കളാകുന്നത്? ക്രിസ്ത്യാനികളെ സ്നേഹിക്കാൻ ക്രിസ്ത്യാനികൾ കഴിയും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ക്രിസ്ത്യാനികളെ സ്നേഹിക്കും, മുസ്ലിങ്ങളെ സ്നേഹിക്കും, ഹിന്ദുക്കളെ സ്നേഹിക്കും. അതാണല്ലോ മോദിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വത്രം ഓരോരുത്തർ ഓരോ വർഗത്തെ സ്നേഹിക്കും. അതുകൊണ്ട് ആരും ദൈവമക്കളായെന്ന് ആരും ചിന്തിക്കണ്ട. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമാകുന്നു. ഇനി കർത്താവിന് പ്രസാദമായത് എന്തെന്ന് ചിന്തിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. ഗലീല ദേശം, നാപ്താലി ദേശം, കർത്താവിൻ്റെ കാൽപ്പാടുകൾ ചവിട്ടിയ ഗലീല, നാപ്താലി, കടൽക്കരയിലെ യോർദാൻ അക്കരയുള്ള ജാതികളുടെ ഗലീല, സെബുലൂൻ ദേശം. സെബുലൂൻ നാപ്താലിയും കടൽക്കരയിലെ യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം. 195 രാഷ്ട്രങ്ങളുണ്ടെന്ന് പറയുന്നു. 195 രാഷ്ട്രങ്ങളും ആത്മീകമായ അന്ധതയിൽ കിടന്നവരാകുന്നു. ഈ ആഫ്രിക്കയിലെ ഇരുളിൽ കിടന്ന ആഫ്രിക്ക രാജ്യം വെളിച്ചം വീശാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ്, ഷണ്ടനാണെന്ന് വേദപുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനത് വിശ്വസിക്കുന്നു. ധനകാര്യമന്ത്രി, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷണ്ണൻ. അവൻ ആരാ? ഗുണം പിടിക്കാത്തവൻ, ഇരുട്ടിക്കിടന്നവനാ. അവൻ മാനസാന്തരപ്പെട്ട് അവൻ ആ നാട്ടിൽ ചെന്നാണ്
ആ ആഫ്രിക്കൻ നാടുകളിൽ ദൈവമക്കൾ ഉണ്ടായതെന്നാണ് ചരിത്രം. സത്യമാണ്. ഒരു വ്യക്തി ഉണ്ടായാൽ മതി, ഒരു ഭക്തൻ എഴുന്നേറ്റാൽ മതി, അവൻ പ്രമാണം അനുസരിച്ച് നിന്നാൽ അവൻ ദേശത്തൊരു വിളക്കായി തീരും. അവൻ മുഖാന്തരം അനേകർ കർത്താവിനെ കണ്ടെത്താനിടയായി തീരും. നമുക്ക് സംഭവിച്ച ദുരന്തം, യഥാർത്ഥ ദൈവമക്കൾ ഭൂമിയിലില്ല, യഥാർത്ഥ ദൈവദാസന്മാർ ഭൂമിയിലില്ല. എല്ലാം ഉടായ്പ കാണിച്ചും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും ഷോ കാണിച്ചും നടക്കുന്നവരുള്ളത് കൊണ്ടാണ് ദൈവമക്കൾ യഥാർത്ഥ ദൈവമക്കളായി തീരാത്തതെന്ന് ഞാൻ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവിടെ നിൽക്കട്ടെ. ഇനി 1 യോഹന്നാൻ 2:7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ആമേൻ. ആമേൻ. പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കും. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയും. സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പായിക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ടവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്നവൻ അറിയുന്നില്ല. മതി. അപ്പൊ ഇരുട്ടിൽ ജീവിച്ചാൽ എവിടേക്ക് പോകുന്നെന്ന് അറിയത്തില്ല. ആത്മീയ ഇരുട്ടിനെ കുറിച്ചാണ് പറയുന്നത്, കണ്ണ് കാണാത്ത അവസ്ഥയല്ല. ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ, അകം കണ്ട് പ്രകാശിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു വിശ്വാസി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. സഹോദരനെ പായിക്കുമ്പോൾ നമ്മൾ ഇരുളിന്റെ വക്താക്കളായിത്തീരുന്നു. പ്രമാണം ലംഘിക്കുമ്പോൾ നമ്മൾ ഇരുളായിത്തീരുന്നു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം സസൂക്ഷ്മം വായിച്ച് പഠിച്ചാൽ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകന്മാരെ കാണുന്നു. ആരാണ് ആ ശുശ്രൂഷകന്മാര്? അവിടെ പേരെന്ന് പറയാമോ? ശാസ്ത്രിമാരും പരീശന്മാരും. മോശയുടെ പീഠത്തിലിരിക്കുക, അർത്ഥം മോശയുടെ സീറ്റിലിരിക്കുക. മോശ പോയ സ്ഥാനത്ത് അവരെ ദൈവം വെച്ചിരിക്കുക. അവരുടെ പ്രവൃത്തി എന്താ? ന്യായപ്രമാണം സസൂക്ഷ്മം പഠിപ്പിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാ. അവർ ചെയ്യുന്നത് എന്താ? ആ വാക്യം ഒന്ന് വായിച്ച 23-1 മുതൽ. മത്തായി 23 വായിച്ചു പെട്ടെന്ന് വായിക്കോ, സമയം പോകുന്നു. 23-1 മുതൽ. പറഞ്ഞത് അപ്പൊ മോശയുടെ സ്ഥാനത്ത് ഇരിക്കുക. അടുത്ത് അവർ നിങ്ങളോട് പറയുന്നത് അല്ല, മോശയുടെ പ്രമാണം അവരിപ്പോ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്ത് അവരുടെ പ്രവൃത്തികൾ പോലെ. എൻ്റെ പൊന്നു ദൈവമക്കളെ, മോശയുടെ സ്ഥാനത്ത് നിന്നിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും പ്രസംഗമുണ്ടായിരുന്നു, ജീവിതമില്ലെന്നാണ് സ്തോത്രം ഇവിടെ വേദപുസ്തകത്തിൽ കർത്താവ് തന്നെ പഠിപ്പിച്ചത്. അവർ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്തോണം, അവരുടെ പ്രവൃത്തി പോലെ ചെയ്യരുത്. അടുത്ത അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അടുത്ത അവർ ഘനമുള്ള ചൂടുകളെ കഷ്ടപ്പെടാൻ അവർ തയ്യാറല്ല. അടുത്ത് അവരുടെ പ്രവൃത്തികളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക. അടുത്ത് അല്ല എനിക്കട്ടെ ഇനിയിപ്പോൾ അത്ര അത് എല്ലാ ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും 23-ാം അധ്യായം ഒന്ന് വായിച്ചോണേ. ഇവിടെ 13 തൊട്ട് ഞാൻ വായിക്കുന്നു. 13 കപടഭക്തികരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തേക്ക് കൊണ്ടുപോകേണ്ട ആൾക്കാർ സ്വർഗരാജ്യം എന്ത് ചെയ്യുക? എന്തോ ഒരു കഷ്ടമാണ്. ഇന്നും അത് തന്നെ സംഭവിക്കുന്നത്. നിങ്ങൾ സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. അടുത്ത കപടഭക്തികരായ ശാസ്ത്രിമാരും പരീശന്മാരും നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ വിധവയുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ പ്രാർത്ഥിക്കുകയും ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത
ഇത് ഹേതുവായി കടുപ്പമേറിയ ശിക്ഷാവിധി വരും. അടുത്ത ഉള്ളവര് നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവരെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കുന്നു. കടലും കരയും ചുറ്റി നടക്കുന്നു. ഞാൻ ഗൾഫിൽ കുറച്ച് നാളുണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ വിഷയം വന്നപ്പോൾ അത് പറയേണ്ടി വന്നു, അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. അവിടെ വരുമ്പോൾ പാസ്റ്റർമാർ അവിടെ വന്നിട്ട് മീറ്റിംഗ് നടത്തി കഴിഞ്ഞിട്ട് ചോദിക്കും, അവിടെയുള്ള പാസ്റ്റർമാർ, ഞങ്ങളൊക്കെ അത് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരാണ്, ഞങ്ങളോട് ചോദിക്കും, പക്ഷേ ഒമാനിൽ ആരെങ്കിലും ഉണ്ടോ, ഖത്തറിൽ ആരെങ്കിലും ഉണ്ടോ, ദുബായിൽ ആരെങ്കിലും ഉണ്ടോ? കാരണം ഇവർ ദ്രവ്യാഗിരികളാണ്. ഇവിടെ വന്നിട്ട് അവർ അങ്ങോട്ട് ചാടുക, പേപ്പർ വായിച്ച് പേപ്പറൊക്കെ വാങ്ങി. അവിടെ പിന്നെ വിസ വേണ്ട. ഓരോ ആ സ്പോൺസറിൻ്റെ ആരെങ്കിലും നല്ല കരുത്തന്മാരായ ജോലിക്കാരുടെ ഒരു സ്പോൺസറിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാസ് ചെയ്യാം. സൗദി വിസ മാത്രം മതി, പാസ് ചെയ്യാൻ വേണ്ടി പേപ്പർ മതി. അപ്പോൾ ഇവർ ഈ പേപ്പർ വാടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി ഒരു 5-8 കണ്ടം ചാടി കുറേ കാശൊക്കെ ഉണ്ടാക്കി ഇവരിവിടുന്ന് പോവുക പതിവ്. ഇത് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല. പോകെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവർ പക്ക കള്ളന്മാരാണെന്ന് മനസ്സിലായി. ഇവർ ദ്രവ്യാഗ്രഹികളാണെന്ന് മനസ്സിലായി. ഇവർ മറുകണ്ഠം ചാടുന്നവരായി മനസ്സിലായി. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ വായിച്ച കണ്ടോ? കടലും കരയും കടന്ന് എന്ത് ചെയ്തു? മതത്തിൽ ചേർക്കാനായിട്ട് തുനിഞ്ഞിട്ടവരെന്ത് ചെയ്തു? ഇരട്ടിച്ച നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്നു. കടലും കരയും ചുറ്റി നടക്കുക, അവിടെയും ഇവിടെയും കിടന്ന് ചാടുക. സൗദി പോകണോ സൗദി പോയിട്ട് വരണം, ഖത്തറിൽ പോകാനുള്ള ഖത്തറിൽ പോയിട്ട് വരണം, അമേരിക്ക പോകണമെങ്കിൽ അമേരിക്കയിൽ പോയിട്ട് വരണം, പിന്നെ കാനഡയിൽ പോകാൻ അവിടെ നിന്ന് പോയി. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താ? കാനഡക്കാരെ കൂടി ഒന്ന് രക്ഷിച്ചെടുത്തെങ്കിൽ, അമേരിക്കയിൽ ചെന്നവൻ അമേരിക്കയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോയി അവരെ കൂടി ഒന്ന് രക്ഷപ്പെടുത്താൻ, സൗദി അറേബ്യയിൽ നിന്ന് ഒമാനിൽ ചാടി, ഒമാനിൽ നിന്ന് ഖത്തറിൽ ചാടി, ഖത്തറിൽ നിന്ന് ദുബായിൽ ചാടി, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ കൂടി ഇത് രക്ഷപ്പെടുത്തിയെടുക്കുക. ആ ശ്രമമാണ് അവർ. ഇവർക്ക് ദ്രവ്യാഗ്രഹികളാണ് അവർ, ദ്രവ്യാഗ്രഹം മൂത്തിരിക്കുന്നവരവർ. ഈ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരുടെ ആത്മാവാണ് അവർക്ക്. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക എത്ര നാളായി? ഇവിടെ തലയൊന്നും പോകത്തൊന്നുമില്ല പ്രസംഗിച്ച. ഈ ദ്രവ്യാഗ്രഹം നിർത്തി പഥ്യവചനം പഥ്യോപദേശം പ്രസംഗിച്ച് ജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുന്നില്ലെങ്കിൽ കർത്താവ് അവരെ വിളിച്ച എന്താ? അല്ലയോ കുരുടന്മാരെ, അങ്ങനെയല്ലേ വിളിച്ചേ? 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, 23:16. കുരുടന്മാരായ വഴികാട്ടികളെ. അതിൻ്റെ 23-ാം വാക്യത്തിൽ കപടഭക്തിക്കരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയും. 23-ൽ ചതകുപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുന്നു. ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെയുള്ള ന്യായപ്രമാണത്തിൻ്റെ ഘനമേറിയവ ത്യജിച്ചു കളയുന്നു. പിന്നീട് കർത്താവ് അവരെ കുറിച്ച് പറയാ, കുരുടന്മാരായ വഴികാട്ടികളെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന